Aliens. അളിയാ യൂട്ടോ ഇതാരാണ്? എന്താ വിശേഷം? ഓ എന്താ വിശേഷം, എങ്ങനെ പോകുന്നു? പുതിയ വർഷമായിട്ട് അണികളൊക്കെ കൂടുന്നുണ്ടോ? എവിടെ തങ്കം വിചാരിച്ച കുറെ അണിയെ കൂട്ടാം. ഞാൻ എവിടെ വിചാരിക്കണം, എന്റെ കയ്യിൽ എവിടെ അണിയിരിക്കുന്നു? അതെന്ത് വർത്താനോ തങ്കം? തങ്കം ഈ പഞ്ചായത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ വനിതയല്ലേ. പെൺപുലി ഇപ്പം പടർന്ന് പന്തലിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ പഞ്ചായത്തിൽ ഞങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലേ? കൊള്ളാം. പെൺപുലിയെ പറയാനല്ലല്ല, എങ്ങനെ പറയാതിരിക്കും? നേരം വെളുത്ത പഞ്ചായത്ത് വന്നിട്ട് ആടില്ല, കോഴിയില്ല, പശുവില്ല, കാളയില്ല, കക്കൂസില്ല, കുളിമുറിയില്ല, ഇനി കൊടുത്ത കോഴി മുട്ട ഇടണില്ല, ഇതൊക്കെയല്ലേ പെണ്ണുങ്ങൾ വന്നത് പറയണത്. സത്യം പറഞ്ഞാൽ പെൺപുലിയെ കുറിച്ച് നമ്മൾ പറയുകയല്ല, പറയിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ്, വീട്ടിൽ അംഗീകരിക്കണില്ല, പിന്നെ ഇങ്ങനെ പഞ്ചായത്തിലോ നിയമസഭയിലോ പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മളൊന്നിനും ഇല്ലേ? അവസാനം എന്തെങ്കിലും ആവശ്യം വരുമ്പോ പെൺപുലിന്റെ സഹായം ചോദിച്ചു വരരുത്. പെൺപുലിയുടെ സഹായം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. എന്തായി കാര്യങ്ങളൊക്കെ? അളിയ അനൗൺസ്മെന്റിന് 2 വണ്ടി പോയിട്ടുണ്ട്. അളിയ പിന്നെ ഈ പോലീസുകാരെ അടി കൊണ്ടുപോയി നമ്മൾ പോയി പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിലല്ലേ സത്യാഗ്രഹം കിടക്കുന്നത്. ഇതോ ആർക്കാണ് ഇത്ര അത്യാവശ്യം? അളിയ ഇത് അണികളാണ് ചോദിക്കുന്നത്. തന്നെ ചെന്ന് കയറി കൊടുക്കാൻ പറ. എന്ത്? നാളെ ഒരു പ്രാവശ്യം ചെന്ന് പോലീസ് സ്റ്റേഷനിൽ അവിടെ സത്യാഗ്രഹം ചെയ്തതിൻ്റെ പാട് ഇപ്പോഴും കിടപ്പുണ്ട്. അത് ചൂരൽ കൊണ്ട് അടിയുടെ അത് വർഷാവർഷം ആകുമ്പോൾ അത് പഴുത്ത് വരണുണ്ട്, കാർഷികാഘോഷം പോലെ. ഇതെന്താ ചേരയാ കടിച്ചത് പഴുക്കാൻ? നീ അന്ന് ഇല്ലായിരുന്നു, നീ ഓടിയാ. നീ എവിടെയായിരുന്നു? നീ അന്ന് നിനക്ക് കിട്ടാത്തതുകൊണ്ടാണത്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് നമുക്ക് ഒതുങ്ങി സ്വസ്ഥമായിട്ട് നമുക്കത് സമരം ചെയ്യാം കേട്ടാ. അല്ല അതൊക്കെ പോട്ട്, ഇതിപ്പോ ആര് സത്യാഗ്രഹം കിടക്കും? പഞ്ചായത്ത് മെമ്പർ കിടക്കും. അതാര്? നീ വാർഡ്, നമ്മുടെ വാർഡിലെ മെമ്പറായ നീ കിടക്കും. എൻ്റെ അളിയ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നാളെ ഷുഗർ നോക്കിയപ്പോൾ എനിക്ക് കൂടുതലാണ്. ഞാൻ നിരാഹാരം കിടന്നാണല്ലോ, എൻ്റെ കാര്യം പോക്കാണ്. അങ്ങനെ അളിയാ നീ തട്ടിപ്പോയാലും കുഴപ്പമില്ല. DDT പാർട്ടിയുടെ ആദ്യത്തെ രക്തസാക്ഷി നീയാണെന്ന് നിനക്ക് അഭിമാനിച്ചൂടെ? ഞങ്ങൾ സാക്ഷിയായിട്ട് എനിക്ക് അഭിമാനിക്കണ്ട. നേരെ മേൽഘടകമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ആരെങ്കിലും നിർത്താൻ നമുക്ക്, നടരായനെ പുരുഷുവാ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. എൻ്റെ അളിയ ഇതൊന്നും വേണ്ട, അളിയൻ കിടന്നാൽ മതി. എന്തായാലും സസ്പെൻഷൻ ആയത് നന്നായി. നമ്മളെ ഈ സമരം ചെയ്യുമ്പോഴേ പിന്നെ ഇനിയിപ്പോൾ ഡ്യൂട്ടിയിലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ പിള്ളേർക്ക് അറിയാം എൻ്റെ അളിയനാണെന്നുള്ള ആ ഒരു പരിഗണന കൊണ്ട് കല്ലൊന്നും അറിയില്ല. സാറേ ഈ സത്യാഗ്രഹം നടക്കുന്ന എവിടെയാണ്? അവിടെ പറഞ്ഞാൽ ഞാൻ അവിടെ ജംഗ്ഷൻ വന്ന് നിൽക്കാം, ആളുണ്ട് കല്ലറിയാൻ പറ. വലിയ തിളപ്പൊന്നും കാണിക്കണ്ട. ഒരു SIക്ക് ഞങ്ങൾ പണി കൊടുക്കണുണ്ട്. ഞങ്ങളുടെ അണികൾക്കെതിരെ കാണിച്ച അനീതിക്കെതിരെ ഇന്ന് മുതൽ സമരമാണ് ഞങ്ങൾ ജംഗ്ഷനിൽ. അയാളെ മാപ്പ് പറയണവരെ ഞങ്ങൾ സമരം ചെയ്യും. അയ്യോ വലിയ കഷ്ടമായിപ്പോയല്ലോ അത്. സാറേ ഈ SI കണ്ണൂരുകാരനാ, പുള്ളി ലീവ് എടുത്തുന്നില്ല, അങ്ങ് പോയിരിക്കുക. ഈ ലീവ് കഴിയാതെ ഇനി മാപ്പ് പറയാൻ വേണ്ടി മാത്രമായിട്ട് ടിക്കറ്റ് എത്തി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്വേഷിച്ച പറഞ്ഞ കാര്യമാണ്, വെറുതെ ആയിപ്പോരുത്. മാസങ്ങളോളം കിടക്കേണ്ടി വരും ചിലപ്പോൾ. പാടുകളിയാ അതെന്തായിക്കൊണ്ട് പോട്ട്. എന്തായാലും നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. അവലക്ഷണമാണ് കളിയാ. ഇത് വേണം. ഓഫീസിലോട്ട് ഞാൻ അങ്ങോട്ട് വരാം. അയാൾക്ക് ലീവ് എടുത്ത് പോകാൻ കണ്ട നേരം ഓരോന്ന് പ്ലാൻ ചെയ്ത് വരുമ്പോൾ അതിന് താമസിക്കല്ലേ, പെട്ടെന്ന് പറഞ്ഞു. ഞാൻ വരാം. നീ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും കേട്ടാ. ശരി. ആരെങ്കിലേ ആ നടരാജനെ പിന്നെ പുരുഷനെയൊക്കെ ഒന്ന് പറഞ്ഞു പോയി. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അളിയൻ താമസിക്കാതെ വന്നാൽ മതി. അടുത്ത വാർഡിലൊരു സ്ഥാനാർത്ഥിയാണ് ഈ നിരാഹാരം കിടക്കുന്ന ആളെന്നൊന്ന് പറഞ്ഞു. ആരെങ്കിലും തയ്യാറാവും. ഒരു ദോശയും കൂടി, ഒരപ്പം കൂടി എടുത്തോടാ. അതെ, ഇത് വെട്ടി വിഴുങ്ങിയിട്ട് സാർ എങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്? നമ്മളെ തെക്കടുത്ത പോസ്റ്റോൻ്റെ വീട്ടിൽ ഒരു ബൈക്ക് കേടായിരിക്കുന്നത്, അത് പോയി ശരിയാക്കണം. ജീവിക്കണ്ടേ? ഡേയ്, ഇന്നലെ അൻസാർ നിൻ്റെ അടുത്ത് അനൗൺസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നീ പറ്റൂല എന്ന് പറഞ്ഞ. ആ കശുവണ്ടി തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ട് പൈസ ഇതുവരെ തന്നില്ല മച്ചമ്പി. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാവോ? അത് ശരി. അപ്പം സാറ് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടാണ് ആ പാർട്ടി പ്രവർത്തനം അറിയിക്കണേ ആണാ? അത് കൊള്ളാലോ. പിന്നെ പ്രതിഫലം പ്രതീക്ഷിക്കൂലേ? അവൻ രാവിലെ മുതൽ ഉച്ച വരെ വായിട്ട് അലച്ചിട്ടുണ്ടെങ്കിൽ അവന് 10 പൈസ കൈ കിട്ടണ്ടേ? അതെ, അങ്ങനെയാണെങ്കിൽ എനിക്കെല്ലാം കോടികൾ സമ്പാദിക്കായിരുന്നു. ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു ജനസേവനമാണ്, സേവനം. എന്റെ പൊന്നെ, ജനസേവനമാന്ന് ഇത്ര നാളെ ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ജോലി ഇതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന DDT പാർട്ടിക്കാരെ കശുവണ്ടി തൊഴിലാളി പൈസ പിടിച്ചല്ലോ, അത് എന്താ സേവനമാണ്? നിങ്ങൾ എപ്പോഴും പറഞ്ഞ പോലെ ഒരു കടീനകത്ത് കയറി ഒളിച്ചിരിക്കും.
നാണുണ്ടോ? നീ ആവശ്യമില്ലാതെ അറിയാത്ത കാര്യം എന്താ അറിയാത്ത കാര്യം? അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ മേടിച്ചിട്ട് ബേക്കറി പോയിരുന്ന് തിന്നു മുടിക്കണതാണോ? എന്റെ കർത്താവേ, ഞങ്ങള് ബേക്കറി പോയിരുന്ന് എന്ത് തിന്നു? അയ്യോ, ഞങ്ങള് തിന്നതെന്താണ്? ഡ്രിങ്ക്സും വാങ്ങിച്ച് എന്ത് കട്ട്ലറ്റ് ചായ ചുമ്മാ ഇല്ലടാ, അതൊന്നുമല്ല. ഡ്രിങ്ക്സും വാങ്ങിച്ചിട്ട് ഒരു അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അതാണ് കഴിച്ചത്. അണ്ടിപ്പരിപ്പ് കഴിച്ചോണ്ട് എന്താ ഉണ്ടായെന്ന് അറിയാമോ? അവിടെ അത് നിർമ്മാണ മേഖലയിൽ അവർക്ക് പ്രവർത്തനം കൂടി, തൊഴിൽ സാധ്യത കൂടി. ഒരു കവർ അണ്ടിപ്പരിപ്പ് വാങ്ങുമ്പോൾ അവരുടെ സ്റ്റോക്കിൽ നിന്നും ഒരു കവർ അണ്ടിപ്പരിപ്പ് കുറയാണ്. അപ്പോൾ വീണ്ടും അവർക്ക് അവിടെ നിർമ്മിച്ച് അവിടുത്തെ വെക്കാം അവിടെ. അപ്പോൾ അത് വരുമ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ സാധ്യത കൂടി, കൂടുതൽ സമയം അവർക്ക് ജോലി ചെയ്യാം. അങ്ങനെ സഹായമാണ് ഞങ്ങൾ ചെയ്തത്. സോറി ക്ലീറ്റോ, ക്ലീറ്റോനെ വെറുതെ തെറ്റിദ്ധരിച്ചു. അങ്ങ് പറയാണ്. അതെ അതെ, അവര് പറഞ്ഞായിരുന്നു ഇവരെന്താന്നാ പിരിച്ചത്, അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കാന്ന് പറഞ്ഞാണ് ഇവര് പിരിച്ചത്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അവരുടെ പണി പകുതിയായിട്ട് വെട്ടി കുറച്ച് കളഞ്ഞു. പക്ഷെ ഇവര് ശ്രമിക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പ് തന്നെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ചുമട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ പോഞ്ഞ നന്നായി, ചുമടെടുത്ത് നിങ്ങൾ ചത്തേനെ. വേണ്ടി വന്നാൽ ഞങ്ങൾ അതും ചെയ്യും. പിന്നെ ഇനി നീ പറഞ്ഞില്ലേ അവിടെ തൊഴിൽ അവരുടെ പ്രശ്നമുണ്ട്, അതാരും ഞങ്ങളല്ല കാരണം, RDP-കാരാണ്, അവന്മാരാണ്. എന്റെ പൊന്ന് ക്ലീറ്റോ, കക്കവും പിടിച്ചാ നിങ്ങൾ നിൽക്കാനും കൂടി. നീ എന്തറിഞ്ഞിട്ടാണ് തങ്ക ഈ കിടന്ന് വെള്ളം വെക്കുന്നത്? അയ്യോ, ഒന്നും അറിഞ്ഞില്ല അല്ലേ? നിങ്ങളുടെ രസീത് കുറ്റിയും കൊണ്ടാണോ മറ്റേ RDP-കാര് പിരിവിന് പോണത്? ആണോ? അതെ, നിന്റെ സംസാരത്തിൽ മൊത്തത്തിലൊരു പ്രതിപക്ഷ ചായ ഉണ്ടല്ലോ. എന്താണ് ഉദ്ദേശം? അത് ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ശ്രദ്ധിച്ചു. തങ്കം ചേട്ടത്തി എണ്ണം വെച്ചോ, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾ ഷൈൻ ചെയ്യും 100%. എന്തോ എന്തോ രാഷ്ട്രീയത്തിൽ തങ്കം ചേട്ടത്തിക്ക് നല്ല ഭാവി. തള്ളി മറിച്ചങ്ങ് പൊക്കി വെച്ചു കൊടുക്കുക ചേട്ടത്തിയെ. എന്നിട്ട് ഒരു 5 ദോശയും 2 പുഴുങ്ങിയ മുട്ടയും കൂടെ വിഴുങ്ങു നീ. പിന്നെ നിനക്ക് ഇനി അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ തങ്കം, നമ്മൾ തമ്മിലുള്ള ബന്ധം വേണ്ട അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയേ മുങ്ങേ ചാട എന്ത് വേണോ ചെയ്തോ കേട്ടാ, അല്ലാതെ നീ ഒന്നും വിചാരിക്കല്ലേ. സത്യത്തിൽ ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു, ഞാനിതെങ്ങനെ ക്ലീറ്റോൻ്റെ അടുത്ത് പറയുമെന്ന്. എന്നെ ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും വിളിക്കുന്നുണ്ട് പെൺപുലിയായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളുടെ ഭാര്യയായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകും? പോയാൽ തന്നെ നിങ്ങളുടെ ഒരു കുറ്റവും കുറവും എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ സർവ്വ കള്ളത്തരം എനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചേക്കുന്നത് നിങ്ങളെ ഡൈവോഴ്സ് ചെയ്തിട്ട് പോവുള്ളൂ, എന്നാലേ എനിക്ക് നിങ്ങളെ മൊത്തം കരി വാരിത്തേക്കാൻ പറ്റും. ആയിക്കോട്ടെ. ഈ ക്ലീറ്റസ് ജീവിച്ചിരിക്കുമ്പോ നീ ഇങ്ങനെ അങ്ങ് മേളിൽ കയറാന്ന് നീ വിചാരിക്കരുത്. പിന്നെ പുലിയായാലും പൂച്ചയായാലും പെണ്ണാണെന്നുള്ളൊരു ചിന്ത തലയിൽ വേണം കേട്ടാ. ആണ് ചാടും പോലെ ചാടാൻ പറ്റൂല. കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, വിഴുങ്ങിക്കോ. അതും കൂടെ അവന് കൊടുക്കും. വിഴുങ്ങട്ടെ അവൻ. തിന്നണ്ട തിന്നണ്ട. ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ. നേരത്തെ തള്ളി വെച്ച് എന്നെ പുഴുങ്ങിയ മുട്ട കിട്ടിയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എനിക്ക് പോകണം. നേരത്തെ രാഷ്ട്രീയത്തിൽ നല്ല ഭാവി ഇടുന്നു ക്ലീറ്റോ മച്ചും കൂടെ ഒപ്പിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ 5 ദോശ മുട്ടയും തരാൻ പറഞ്ഞില്ലേ? ദോശ വേണ്ട, മുട്ട മതി, കൊണ്ടുപോകാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ നിനക്ക്? പുഴുങ്ങാനായിരിക്കും. ആയിക്കോട്ടെ. അല്ല, കോവിനോട് എനിക്കൊന്ന് സംസാരിക്കണം. മൊത്ത ഇതിപ്പോ നീ തള്ളാൻ എന്തിരിക്കുന്ന ഉള്ള സത്യമല്ലേ പറഞ്ഞത്? വേണമെങ്കിൽ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. ക്ലീറ്റോ മച്ചയുടെ കൂടെ നേരത്തെ ചോദിച്ചായിരുന്ന 10-100 തന്നെങ്കിലും ചെയ്ത് മൈക്ക് വെച്ചാൽ അറിയാം എൻ്റെ പൈസ ആദ്യം മേടിച്ചു കിട്ടും. എനിക്ക് കിട്ടാനും എനിക്ക് പണി അവിടെ വന്ന് കിടക്കുന്നു. ഈ ക്ലീറ്റേഴ്സ് എന്തിൻ്റെ വേടാ? ആഴ്ചയിൽ ധർണയും നിരാഹാരവും, വേറെ ഒരു പണിയും ഇല്ല അവന്. ഇല്ല, ഒരു പണിയില്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഉടായ്പ രാഷ്ട്രീയം കളിച്ച് നടക്കുന്നത്. പിന്നെ എന്തെങ്കിലും തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവും, അല്ലെ പിന്നെ വെറുതെ ഒരാൾ സത്യാഗ്രഹം എന്ന് പറഞ്ഞ് നടക്കുമോ? പിരിക്കാൻ ഒരു കാരണം വേണമല്ലോ. എന്തെങ്കിലും കാര്യം പറഞ്ഞില്ലേ പിരിക്കാൻ പറ്റുള്ളൂ. അല്ലേ തന്നെ ഇത് എന്തായിരുന്നു കാരണം? ഇപ്പോൾ എന്തായിരുന്നു പ്രശ്നം? DDT പാർട്ടിക്കാരോട് ഈ മറ്റേ അവിടുത്തെ SI മോശമായിട്ട് പെരുമാറി. അതിൻ്റെ പേരിലാണ് ഇവർ തന്നെ നടത്താൻ പോണത്, സത്യാഗ്രഹം നടത്താൻ പോണത്. എന്തെങ്കിലും നാട്ടുകാർക്ക് ഉപയോഗമുള്ളൊരു കാര്യം, നാട്ടുകാർക്ക് ആവശ്യമുള്ളൊരു കാര്യം, അതിനുവേണ്ടി സത്യാഗ്രഹം വല്ല കുഴപ്പമുണ്ടായിരുന്നു? ആൾക്കാർ പറഞ്ഞത് നല്ലൊരു കാര്യം, ഒരു കാര്യമില്ലാത്തൊരു കാര്യം. അല്ല, ഈ നിരാഹാരം കിടക്കാനേ ആൾക്കാരൊക്കെ അങ്ങനെ എളുപ്പത്തിൽ കിട്ടൂ? എന്ത് കിട്ടാൻ പറ്റായിരുന്നടാ? പകല് മുഴുവൻ ഉറക്കം, രാത്രി ആകുമ്പോഴും നിറയെ ഫുഡ് കിട്ടും. പിന്നെ പോകുന്നൊരു 1000 രൂപ കൊടുക്കും. അയ്യോ, എന്റെ പറച്ചിലടാ തോന്നി ഏട്ടന് സത്യാഗ്രഹം കിടന്ന് ഭയങ്കര ശീലമാണെന്ന്. എടേ, ഞാനൊരു പോലീസുകാരനല്ലേ, ഇതുപോലെ ഉടായ്പുള്ള ഡെയിലി കാണുന്നത് നമ്മൾ. എന്നെ പറയാൻ വന്നിരിക്കുന്നു. അയ്യോ, ദിവസം 1000 രൂപ ആഹാരം കിട്ടുമെങ്കിൽ നിന്റെ ആങ്ങളുടെ അടുത്ത് പറയടി പോവാൻ. ഏതാ ആങ്ങളോട്? നിന്റെ റൊണാൾഡിന്റെ അടുത്ത്. പിന്നെ അല്ലാതെ ആര്? അയ്യോ, അച്ചാച്ചന് ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമില്ല, നല്ല അന്തസ്സുള്ളൊരു പണി അറിയാം. അത് പറഞ്ഞ കറക്റ്റ് ആയിട്ടാ. റോണോ പറഞ്ഞ ആ കാര്യത്തിൽ അടിപൊളിയാ. കാരണം ദൂരത്തു നിന്ന് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടാൽ മതി, അതിന്റെ പ്രശ്നങ്ങളൊക്കെ അപ്പൊ പറഞ്ഞു തരും. അവൻ എറിയും, 5-6 എറിയുന്നവനാ. ഉരുട്ടി വായിലോട്ട്. അയ്യോ, കറി തീർന്നാ? എനിക്ക് ഒരു ദോശയും കൂടെ വേണമായിരുന്നു. ഒരു ഇത്തിരി കറി എടുത്തോണ്ട് വേണ്ടിയുണ്ടെങ്കിൽ. കറി തീർന്ന്
അല്ലേ എന്നാ പിന്നെ ഒത്തിരി ചമ്മന്തി അരക്കാത്ത എന്തായിരുന്നു? അല്ലാതെ ഇത് എങ്ങനെയാ തിന്നത്? തേങ്ങയും തീർന്നു, എന്നാ പിന്നെ ഒത്തിരി പഞ്ചാരയും എടുത്തോണ്ട് പോവാ. പഞ്ചാരയും തീർന്നു. മറിക്കേ ഓട്ടം. പൊന്നാങ്ങളെ പറഞ്ഞത് പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാ ഇത്ര മൂച്ച്. പ്രിയമുള്ള നാട്ടുകാരെ, DDT പാർട്ടി ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഇങ്ങനൊരു സംഘടന ഉണ്ടെന്നേ നാട്ടുകാരെ അറിയിക്കാനാണ്. അതായത് ട്രാഫിക് പരിശോധനയ്ക്കിടെ നമ്മുടെ പ്രവർത്തകരോട്, അതായത് നിഷ്കളങ്കരും നിഷ്ഗുണന്മാരുമായ നമ്മുടെ പ്രവർത്തകരോട് വളരെ മ്ലേച്ഛമായും മൃഗീയമായും പെരുമാറിയ ട്രാഫിക് SIക്കെതിരെയുള്ള സമരമാണ്, സത്യാഗ്രഹമാണ്. നമ്മൾ അതിനുവേണ്ടിയാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തകരോട് മോശമായി സംസാരിക്കുകയും അസഭ്യം പറയുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത ട്രാഫിക് SI നമ്മുടെ പ്രവർത്തകരോട് മാപ്പ് പറയുന്നതുവരെ നമ്മളിവിടെ ഈ സത്യാഗ്രഹവുമായി മുന്നോട്ട് പോകും. ട്രാഫിക് SI മാപ്പ് പറഞ്ഞാൽ റേഷൻ കട വഴി പഞ്ചസാര ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഞങ്ങൾ അത് ചെയ്തു തരാം, ഞങ്ങൾ ഇത് ചെയ്തു തരാം, ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു നടക്കുന്ന ചില ഊള രാഷ്ട്രീയ പാർട്ടികളെ പോലെ അല്ല നമ്മൾ. ഈ ഊള പാർട്ടി എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ആയിരിക്കും. നമ്മളിവിടെ എന്തെങ്കിലും നടപ്പിലാക്കുമെന്നോ ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവരുമെന്നോ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും, അത് നടപ്പാക്കിയിരിക്കും. അതാണ് DDT പാർട്ടി. അപ്പോൾ ആ വോളിബോൾ കൊണ്ടിട്ട കല്ലെവിടായി? അതിപ്പോൾ വളർന്നങ്ങ് പാറ കോറിയായി. ഇവിടെ കോർട്ട് വരുമെന്ന് ശരി ശരി, കോർട്ട് വരുമെന്ന് പറഞ്ഞാൽ കോർട്ട് വരും. അത് DDT പാർട്ടി നൽകിയ ഉറപ്പാണ്. വൈകാതെ തന്നെ ഇവിടെ കോർട്ട് വരും. ക്ലീറ്റോ, ഹൈക്കോർട്ടാണോ അതോ സുപ്രീം കോർട്ടാണോ വരുന്നേ? അതോടൊന്ന് വ്യക്തമാക്കി പറയണം. പ്രിയമുള്ളവരെ, ഇനി ഞാൻ അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ സത്യാഗ്രഹം, ഈ ട്രാഫിക് SIക്കെതിരെയുള്ള നിരാഹാര സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞങ്ങളിതാ സത്യാഗ്രഹത്തിലേക്ക് കടക്കുകയാണ്. മോനെ മോനെ ആ കട്ടിലെടുത്തിട്ട് മോനെ, ആ കട്ടിലെടുത്ത് എല്ലാം സെറ്റാക്കി പിടിച്ചടാ. പിടിച്ചോ നൂത്തല് നോക്ക്. നാട്ടിലെ ഒരു നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പൈസ പോലും നോക്കാതെ ഒരു പുതിയ കട്ടിൽ മേടിച്ചിരിക്കുകയാണ്. നാട്ടിൽ വികസനങ്ങൾ ഉണ്ടാവട്ടെ, നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. അത് പോട്ടെ, ആരാ കിടക്കണത്? പുരുഷനാണോ നടരാജനാണോ ആരാണ്? അല്ലെ പുരുഷന് പറ്റൂല. പുരുഷന് എന്ത് പ്രശ്നം? അവന് ലൂസ് മോഷൻ. ഓ, അതൊക്കെ ഈ നിമിഷമാണോ പറയണത്? ലൂസ് മോഷൻ ഉണ്ടാകുന്ന സമയം വേണം. തോന്നുന്നേ ഞാൻ കിടന്ന കൂടുതൽ നാട്ടുകേസ്. ഒന്നൊരു കാര്യം ചെയ്യും, നടരാജൻ കിടന്നു തിരിച്ചു പറ്റില്ല. നാളെ മുത്തുലക്ഷ്മിന്റെ അനിയത്തിക്ക് വയറ്റ് പൊങ്കല്ല. പൊങ്കോലെൻ്റെ നെഞ്ചത്തിട. അതായത് എനിക്ക് അൾസറാണ്. വയറിൽ ഗ്യാസ് കയറി കഴിഞ്ഞാൽ എന്നെ മേപ്പോട്ട് എടുക്കേണ്ടി വരും. എനിക്ക് ക്യാൻസർ ഒന്നും അല്ലല്ലോ, അൾസറല്ലേ ഉള്ളൂ. എല്ലാവരും ഈ സമയത്ത് ഇങ്ങനെ തന്നെ കാണിച്ചോ? തെണ്ടിത്തരമാണ് ഈ കാണിക്കണത് കേട്ടോ. എന്താ ക്ലീറ്റോ ഒരു കൂടിയാലോചന? ആളില്ലേ? 1000 രൂപയും ബിരിയാണിയും വാങ്ങിച്ചു കൊടുത്ത ബംഗാളികളെ കിട്ടുമെന്നേ. സമാധാനമായി അയാൾ വായിരിക്കടെ കേൾപ്പിച്ചപ്പോൾ സമാധാനമാണോ നിനക്കല്ല? പാർട്ടി ഉണ്ടാക്കാൻ നടക്കണം. ഞാൻ അപ്പോൾ കുട്ട സാട്ടെടുത്ത് ഞാൻ എല്ലാവരും എതിരാ ഞാൻ. അങ്ങനെ പുറത്തുനിന്ന് ആളെ കൂലിക്കെടുത്ത് സത്യാഗ്രഹം കിടത്തേണ്ട ഗതികേടൊന്നും DDT പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കരുത്തുറ്റ സാധ്യതകളെ കൊണ്ട് നിറഞ്ഞൊരു പ്രസ്ഥാനമാണ് DDT പ്രസ്ഥാനം. അതിന് ഉദാഹരണം എന്തിന് പുറത്തുനിന്ന് പറയുന്നു? ദേ നിൽക്കുന്നു ഞങ്ങളെ DDT പാർട്ടിയുടെ കരുത്തനായ സാരഥി റൊണാൾഡ്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, റൊണാൾഡിന് അഭിവാദ്യങ്ങൾ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് മേൽഘടകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കരുത്തുറ്റ ഒരു പോരാളിയാണ് ഈ നിൽക്കുന്ന റൊണാൾഡ്. എന്തിനേറെ പറയുന്നു, വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ വാർഡിലെ മെമ്പർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോലും ഈ റൊണാൾഡിനെ മേൽഘടകം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, എങ്ങനെയെങ്കിലും പോയി പറഞ്ഞ അവന്റെ സ്വാധീനിക്ക്. റൊണാൾഡിന് അഭിവാദ്യങ്ങൾ. കാര്യം പറഞ്ഞ അവൻ ചിലപ്പോൾ ചെറിയ നീ അഭിവാദ്യങ്ങൾ, 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 റൊണാൾഡിന് അഭിവാദ്യങ്ങൾ. കാര്യം പറയണ്ടോ? വാ, അപ്പൊ ഒരു കാര്യം പറയണ്ടോ? വാ, ഇങ്ങോട്ട് വാ, പറയട്ടെ കാര്യം. നീ പിടിക്കണ്ട, നിനക്ക് അൾസറല്ലേ? നീ എനിക്കൊരു സഹായം ചെയ്യണോ? എന്ത് ഒരിടത്തിന് അടിക്കണം പറ. നീ ആരെയും ഇടിക്കൊന്നും വേണ്ട. നീ ഒരു 2 ദിവസം ഇവിടെ നിരാഹാരം കിടന്നു. 15 മാല കിട്ടല്ലേ? ഒരു റീത്തോട് ഓടിച്ചോണ്ട് അഞ്ചത്ത് വെച്ചിടായിരുന്നു. എടാ ഒരു കുഴപ്പം വരില്ലെന്ന്.
നിനക്ക് രാത്രി ആഹാരം കൊണ്ട് തരാൻ ആരും കാണാതെ പട്ടത്തിലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു പൊക്കി അടിച്ച് എന്നെ പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിച്ചു തരാം. നീ ഒന്ന് പറഞ്ഞില്ല, നീ ഒന്ന് വാ, എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. അഭിവാദ്യങ്ങൾ റൊണാൾഡ് നേതാവിന് അഭിവാദ്യങ്ങൾ. എന്നെ പട്ടിണി കിടത്ത് കൊല്ലാനുള്ള പരിപാടിയാണ്. ശരി. പ്രിയമുള്ളവരെ, ഈ സമരങ്ങൾക്കും അങ്ങനെ ഈ സത്യാഗ്രഹങ്ങൾക്കൊക്കെ ബംഗാളികളെ അന്യ സംസ്ഥാന തൊഴിലാളികളെയൊക്കെ വിളിക്കുന്ന ചില രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ DDT സംഘടനയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. അണികളെ മുൻനിർത്തി പിന്നിൽ നിന്നും കാര്യം സാധിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണ് മച്ചമ്പി കൂടിയായ എൻ്റെ ക്ലീറ്റോ നേതാവ്. അഭിവാദ്യങ്ങൾ. ഉദാഹരണത്തിന് ഇന്നിവിടെ ഈ നിരാഹാര സത്യാഗ്രഹത്തിന് ഞാൻ കിടക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അണികളെല്ലാവരും കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും വേണ്ട, ഞാൻ കിടന്നുകൊള്ളാമെന്ന് ഞങ്ങളുടെ നേതാവ് ശ്രീ ക്ലീറ്റോ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. അഭിവാദ്യങ്ങൾ. ക്ലീറ്റോ നേതാവിന്റെ അഭിവാദ്യങ്ങൾ. ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ പോലും ഇതേപോലെ ഒരു നേതാവ് കാണത്തില്ല. വെടിയുണ്ടകളെ സ്വന്തം നെഞ്ചിലേറ്റി പുറകിൽ നിൽക്കുന്ന ഓരോ ജവാന്മാരെ രക്ഷപ്പെടുത്തുന്ന ഒരു കമാൻഡർ ഓഫീസർ പോലെയാണ് എനിക്ക് എന്റെ ക്ലീറ്റോ മച്ചമ്പി. അഭിവാദ്യങ്ങൾ. മാലയിടട്ടെ. മാലയല്ലടാ, ഇതെന്റെ കഴുത്തിന് കുരുക്കാണ്. ചതിച്ചു കളഞ്ഞാ ചതിയാണ്. ചതി എന്നോടല്ലേ കാണിച്ച പണിക്ക് പോയി എന്നെ പിടിച്ചോടെ പട്ടിണിക്ക്. എന്തായാലും ക്ലീറ്റോ പട്ടിണി കിടക്കുന്ന എനിക്കൊന്ന് കാണണം. രാത്രിയിൽ നിങ്ങളിവിടെ കാവലുണ്ടായിരിക്കണം. ആരെങ്കിലും ആഹാരം കൊണ്ട് കൊടുക്കുകയോ എന്തുവാണെന്ന് വെച്ചാൽ അപ്പൊ വീഡിയോ എടുക്കണം. വീഡിയോ നിങ്ങൾ എടുക്കണ്ട, ചാനലുകാരെ വിളിച്ചോ. ഒരു യഥാർത്ഥ കരകളഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ നിരാഹാര സത്യാഗ്രഹം എന്താണെന്ന് ക്ലീറ്റോ മച്ചമ്പി കാണിച്ചു കൊടുക്കും. അല്ലേ മച്ചമ്പി? ഇപ്പൊ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ പോലെ. ഞാൻ ഈ മനുഷ്യനോട് എന്നും പറയണതാ, പുറത്തോട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് അബദ്ധം പറ്റൂന്ന്. ഇപ്പൊ ഈ എടുത്തു ചാടേണ്ട കാര്യം വല്ലതും ഉണ്ടോ ക്ലീറ്റോയ്ക്ക്? ക്ലീറ്റോ ചേട്ടനെ എടുത്തു ചാടിയതാണോ? അല്ലല്ലോ. ഒരുപാട് പേരോട് പറഞ്ഞില്ലേ സത്യാഗ്രഹം കിടക്കാൻ, അവരാരും സമ്മതിച്ചില്ലല്ലോ. അവസാനം ആ കൊച്ചാച്ചനോട് പറഞ്ഞു, അതും ചതിച്ച്. വരട്ടെ ഇങ്ങോട്ട്. അപ്പൊ ഞാനും അതാ പറഞ്ഞത്, ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കണുണ്ട് ഞാൻ. അല്ല പിന്നെ എടാ, അവിടെ ആരോടെങ്കിലും നീ പോയി സംസാരിച്ചാൽ ശരിയാവോ? എടി, എന്തെങ്കിലും രാത്രി ആകുമ്പോൾ കഴിക്കാനൊക്കെ പറ്റുമായിരിക്കും അല്ലേ? പറ്റും. ക്ലീറ്റോ ചേട്ടൻ്റെ ഒക്കെ ഒരു പാർട്ടിയുടെ സ്വഭാവം വെച്ചിട്ട് ആ RDPക്കാർ കണ്ണും മിഴിച്ച് നോക്കിയിരിപ്പുണ്ടാവും. തുപ്പലിറക്കാൻ പറ്റൂല. ഒരു നേരം കഴിച്ചില്ലെങ്കിലുണ്ടല്ലോ ആ പാവത്തിന്റെ ഷുഗറൊക്കെ താന്നു. എന്തൊക്കെ നടക്കും എന്തോ. ദേ വരുന്നുണ്ട് ചേച്ചി, വരുന്നുണ്ട്. ഇവിടെ വാടാ, ഇവിടെ വാ. നീ വാ, നിന്നോട് ചോദിക്കട്ടെ. നീ ക്ലീറ്റോന്റെ അന്തകനാണോ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നീ ക്ലീറ്റോന്റെ അന്തകനാണോ? എവിടെ ഈ ചെരുപ്പ്? നീ ക്ലീറ്റോന്റെ അന്തകനാണോ? ആണോ? ആ മനുഷ്യനെ ഇങ്ങനെ ഈ കൊല്ലാക്കൊല ചെയ്യാനായിട്ട് നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നടാ? അച്ചാച്ചനല്ലേ നിർബന്ധിച്ച് കടത്തിയത്? ഞാനല്ല, അവര് ഏറ്റിരുന്ന ആൾക്കാർ മാറിയപ്പം ഞാനിങ്ങനെ വന്നു. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ മെമ്പർ ചോദിക്കുന്നതിന് മുമ്പ് ആരെടുത്ത് ക്ലീറ്റോ മച്ചമ്പി അപ്പൊ എല്ലാരും കൈയടിച്ചപ്പം അങ്ങനല്ല, അത് അങ്ങ് മച്ചമ്പി തന്നെ നിക്കണമെന്ന് മേൽക്കട പറഞ്ഞെന്നാണ് അവിടെ പ്രസംഗത്തിൽ പറഞ്ഞത്. പക്ഷെ നിരാഹാരം ഒരാൾ വിചാരിച്ച പെട്ടെന്ന് തീർക്കാൻ പറ്റും. കനമച്ചമ്പി ട്രാഫിക് SI കൊണ്ട് ഫോണിക്കടായാലും ഒരു മാപ്പ് പറയിപ്പിച്ച ഒരു നിരാഹാരം നിർത്തുന്നതാണ് നമ്മുടെ ഒരു സംസാരത്തിൽ. ഞാൻ സർവീസിലില്ല, സസ്പെൻഷനില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ സർവീസും സസ്പെൻഷനൊക്കെ കെട്ടിപ്പിടിച്ചോണ്ട് നടന്നോ? എന്റെ ക്ലീറ്റോ പട്ടിണി കിടന്ന് ചാവട്ടെ. ചേട്ടത്തി വിഷമിക്കാതെ. നീ എങ്ങോട്ട് വരിക? അവിടെ ഇല്ല. ആ പാവം അവിടെ ഒറ്റയ്ക്ക് കിടക്കാം. പോയി കൂട്ടി കിടക്കടാ. ക്ലീറ്റോ വന്നിട്ടേ നീ എന്തെങ്കിലും തിന്നോളൂ ഇടുന്നു. ഫോണില്ലേ? എന്നോട് നാളെ മുതൽ കൂട്ടിരിക്കാനാ പറഞ്ഞത്. ഇന്നവിടെ ആൾറെഡി ആളുണ്ട്. വാ കിടക്കാം. അവിടെ ഒരുപാട് പേരെ ഉണ്ട്. ഇപ്പം ഇന്ന്
നാളെയാണ് എൻ്റെ ഡ്യൂട്ടി. അറിഞ്ഞു നന്നായി. ഇവന്മാരൊക്കെ ഇതോടെ പോയത്? എന്താ കളിട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം കഴിച്ചോ? ഓ, ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചു. എന്ത്? അതിനുള്ള ധൈര്യം നിനക്കില്ലെന്ന് എനിക്കറിയത്. വല്ല വേണോ? നിന്റെ ഔദാര്യമൊന്നും വേണ്ട. ഞാൻ സത്യാഗ്രഹം കിടന്ന് അന്തസ്സായിട്ട് കിടക്കാൻ എനിക്കറിയാം കേട്ടാ. നിന്റെ പാർട്ടി കിടക്കും പോലെ അല്ല. എന്തായാലും ഞാൻ വിളിക്കുന്നവരെ നോക്കിയതല്ലേ, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. വേണമെങ്കിൽ പറ, വാങ്ങിച്ചു തരാം. യുവമാരൊക്കെ ഇത് എവിടെ പോയത്? ഓ, ചായ കുടിക്കാൻ പോയത്. കുടിച്ചാ? ആ, ചായ മാത്രമേ കുടിച്ചോളൂ? പേര് വടയും കഴിച്ച്. അയ്യോ, നീ എന്ത് ദോശ കഴിച്ചാ? ഞാൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ. അന്തസ്സുണ്ടടാ, അന്തസ്. ഓ, ഇവിടെ ഒരുത്തൻ പട്ടിണിയിലാണ്. ചൂട് വടയായിരുന്നു. ഓ ഓ, ചൂട് വട. എന്ത് കാണാതിരിക്കണം, നീയൊക്കെ വേണമെങ്കിൽ പൊയ്ക്കോ. ഞാൻ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ഓ, എന്ത് പറയാളിയാ, വയറിനകത്ത് എരിച്ചിലും പുകച്ചിലും നീറ്റലും ഒക്കെ തന്നെ ആകെ. അളിയാ, ഇവിടെ ആരും വെച്ച് ബ്രെഡും പഴവാ. ആളെ ബാക്കിലോട്ട് കൊണ്ടുപോയി മോശം. വായി നോക്കിയാലെ കണ്ട, ഇതാണ് പാർട്ടി പ്രവർത്തകൻ, യഥാർത്ഥ പാർട്ടി പ്രവർത്തകൻ. അല്ല നിന്നെയൊക്കെ പോലെ ഒറ്റയ്ക്ക് പോയി വിഴുങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ട്. രണ്ടും കൂടെ നായരെ കടയിൽ പോയി എല്ലാം കഴിച്ചിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് കഥ പറയണളിയാ. സത്യാഗ്രഹം കഴിക്കാൻ എൻ്റെ കൂട്ടിരുന്നവന്മാർ ഇതായിരിക്കണം. അളിയാ, നിനക്കെങ്കിലും തോന്നിയല്ലേ ഇങ്ങനെ ചെയ്യാനായിട്ട്? ഇത് നീ കൊണ്ടുവരണത് വേറെ ആരെങ്കിലും അറിഞ്ഞാ? ഒരാളറിഞ്ഞു. അതാര്? ഇത് തന്നു വിട്ട ആള്. അപ്പുകൂട്ട സാറാ? അപ്പുകൂട്ടൻ സാറൊന്നുമല്ല, അളിയൻ്റെ അളിയൻ. അളിയൻ്റെ അളിയൻ. അളിയൻ എത്ര അളിയനുണ്ട്? അളിയ കനകം പോലീസ്. രാവിലെ പരപര വിളിക്കുന്നതിന് മുമ്പ് വീട്ടിൽ കൊണ്ട് തന്നതാണ്. ഞാൻ ഇച്ചിരി വൈകി പോയി. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ പട്ടിണി അടക്കമാണ് കൊണ്ടുകൂടാൻ സാറേന്ന് പറഞ്ഞു. ആരും കാണില്ല.